എല്ലാവർക്കും വർഷം മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കാറിൻ്റെ ഇഞ്ചക്ടറുകൾ നമ്മൾ ക്ലീൻ ചെയ്യാൻ പോവുകയാണ്. വളരെ ലളിതമായിട്ട് നമ്മുടെ വീട്ടിലുള്ള ഉപകരണങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ക്ലീൻ ചെയ്യുന്നത്. ഒട്ടും കോംപ്ലിക്കേഷൻ ഇല്ല, വലിയ എക്യുപ്മെൻറ്റ്സോ കാര്യങ്ങളൊന്നും വേണ്ട, എളുപ്പത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഐഡിയ ഉപയോഗിച്ച് നിങ്ങളുടെ ബൈക്ക് FI ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫ്യൂൽ ഇഞ്ചക്ഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ക്ലീൻ ചെയ്യാൻ പറ്റും. പക്ഷേ ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് അത്രയും കോൺഫിഡൻ്റ് ആണെങ്കിൽ മാത്രം നിങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ സാധാരണ പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടി ഉണ്ട്, അതും കൂടെ ഒന്ന് എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിനൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് പുതിയ വീഡിയോസൊക്കെ ചെയ്യാനുള്ള ഒരു പ്രചോദനമൊക്കെ ആവുന്നത്. അതുപോലെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം ID ഞാൻ ഡിസ്ക്രിപ്ഷൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കയറിയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി, ഉറപ്പായിട്ട് ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ബോണറ്റ് നമ്മൾ തുറക്കുവാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തായിട്ട് കാണുന്നത് നമ്മുടെ എയർ ഫിൽറ്ററിൻ്റെ ആ ഒരു ഹൗസിംഗ് ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഹൗസിംഗ് അഴിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഇവിടെ ഒരു ക്ലാമ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് അഴിച്ച് മാറ്റി വെക്കണം. അപ്പോൾ ഇതിൻ്റെ അടിയിലായിട്ടാണ് നമ്മുടെ ഇഞ്ചക്ടറിൻ്റെ ആ ഒരു സെക്ഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മുടെ ഈ ഒരു എയർ ഫിൽറ്ററിൻ്റെ ഈ ഒരു ക്യാബിൻ നമുക്ക് ഊരി മാറ്റാം. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ഇഞ്ചക്ടറിൻ്റെ ആ ഒരു സെക്ഷൻ. അപ്പോൾ ഇത് രണ്ട് 10mm ബോൾട്ട് വെച്ച് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ അഴിച്ചെടുക്കണം. അതുപോലെ ഓരോ കണക്ഷൻ നമ്മൾ ഡിസ്കണക്ട് ചെയ്യണം. ഈസിന്ന് വരുന്ന ഓരോ കണക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. അതിന് മുമ്പ് നമ്മൾ അതിൻ്റെ ഉള്ളിലുള്ള പൊടിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. അവിടെ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ ഒരു വാക്വം ക്ലീനർ, നമ്മുടെ വണ്ടിയിലൊക്കെ യൂസ് ചെയ്യുന്ന സാധാ വാക്വം ക്ലീനർ വെച്ച് നമുക്ക് ആ ഒരു പൊടി നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്രഷൊക്കെ ഉപയോഗിച്ച് ഒന്ന് വൃത്തിയാക്കാം. കാരണം നമ്മൾ ഇഞ്ചക്ടർ അഴിക്കുമ്പോൾ ഈ പൊടിയൊക്കെ ചിലപ്പം വണ്ടിയുടെ എഞ്ചിൻ്റെ ഉള്ളിലേക്ക് സിലിണ്ടറിനകത്തേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു വാക്വം ക്ലീനർ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ഇടാം, നിങ്ങൾക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. അതുപോലെ നമ്മുടെ ഈ ഒരു ഇലക്ട്രിക് സർക്യൂട്ടിൻ്റെ കണക്ഷൻ നമ്മളൊന്ന് ഡിസ്കണക്ട് ചെയ്യുകയാണ്. അപ്പോൾ ബാറ്ററിയിലെ നെഗറ്റീവ് ടെർമിനലാണ് നമ്മളിപ്പോൾ ഡിസ്കണക്ട് ചെയ്തിട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളത് ഡിസ്കണക്ട് ചെയ്തു. അപ്പോൾ നമുക്കിനി അടുത്തായിട്ട് വേണ്ടത് ഒരു 10mm ബോക്സ് പാനറാണ്. അപ്പോൾ നമ്മൾ സ്റ്റാൻലിൻ്റെ നല്ല ക്വാളിറ്റിയുള്ള ടൂൾസാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടൂൾ പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ഇടാം. അപ്പോൾ നിങ്ങൾക്ക് അതിന് കയറി പർച്ചേസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതൊരു സെറ്റായിട്ട് വരുന്ന ടൂൾ സെറ്റാണ്. അപ്പോൾ നമുക്ക് ഈ 2 ബോൾട്ട് ജസ്റ്റ് ഒന്ന് ലൂസാക്കാം. നമ്മൾ ആദ്യം അഴിച്ചെടുക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് ലൂസാക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ 2 ബോൾട്ടുകൾ നമ്മൾ ലൂസാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ആ ഒരു വയറിങ്ങിൻ്റെ കണക്ഷൻ നമ്മൾ ഡിസ്കണക്ട് ചെയ്യുവാണ്. നമ്മുടെ ECന്ന് വരുന്ന സപ്ലൈ ആണിത്, നമ്മുടെ ഇഞ്ചക്ടറിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കണക്ഷൻ, ആ ക്ലിപ്പ് നമ്മൾ ഓരോന്നോരോന്നായിട്ട് നമ്മൾ അഴിച്ച് ഡിസ്കണക്ട് ചെയ്തിടാൻ പോവാണ്. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പെട്രോൾ ടാങ്കിനകത്തുള്ള ഒരു ഫ്യൂൽ പമ്പ് ഉണ്ട്. നമ്മൾ വണ്ടി സ്റ്റാർട്ടൊക്കെ ചെയ്യുന്നതിന് മുമ്പ് ഒരു മൂന്നൊരു ഒച്ച കേൾക്കാറുണ്ട്, ഒരു എരമ്പിലൊക്കെ. അത് നമ്മുടെ ഫ്യൂൽ പമ്പ് വർക്ക് ചെയ്യുന്നതാണ്. അത് ഹൈ പ്രഷറിൽ ഈ ഒരു ഫ്യൂൽ റെയിലിനുള്ളിൽ പെട്രോൾ സ്റ്റോർ ചെയ്യും. അതിന് ശേഷമാണ് ഇഞ്ചക്ടർ കൺട്രോൾ ചെയ്തിട്ട് ഓരോ പാർക്ക് ഓർഡർ അനുസരിച്ച് ഓരോ സിലിണ്ടറിലേക്ക് പെട്രോൾ പമ്പ് ചെയ്ത് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് കൺട്രോൾ ചെയ്യുന്ന ECU ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഇഞ്ചക്ടർ നമ്മൾ കെയർഫുള്ളായിട്ട് അഴിച്ചെടുക്കണം. വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനമാണ്. ഏകദേശം ഒരു 1000 രൂപേൻ്റെ മുകളിലൊക്കെ ഒരു ഇഞ്ചക്ടറിന് തന്നെ റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിച്ച് അഴിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു ഫ്യൂൽ റെയിലിലാണ് ഇഞ്ചക്ടർ കണക്ട് ചെയ്തിരിക്കുക. അപ്പോൾ നമുക്ക് 3 സിലിണ്ടർ എഞ്ചിൻ ആയതുകൊണ്ടാണ് 3 ഇഞ്ചക്ടർ വരുന്നത്. 4 സിലിണ്ടർ ആണെങ്കിൽ 4 ഉണ്ടാവും. അപ്പോൾ നമ്മളിനി നമ്മുടെ ഓരോ ഇഞ്ചക്ടറും അഴിച്ചെടുക്കുവാണ്. അപ്പോൾ ഈ റെയിലിനകത്ത് പെട്രോൾ ഉണ്ടാവും. അപ്പോൾ നമ്മൾ അഴിച്ചെടുക്കുമ്പോൾ ആ പെട്രോൾ ഒന്ന് ഒരു പാത്രത്തിലേക്ക് മറിഞ്ഞ് അല്ലെങ്കിൽ എഞ്ചിൻ്റെ അവിടെയൊക്കെ മറിഞ്ഞ് വീഴും. അപ്പോൾ നമ്മൾ ഓരോ ഇഞ്ചക്ടറും അഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ക്ലീൻ ചെയ്യാനുള്ള കാര്യങ്ങളിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് നമ്മുടെ ബാറ്ററി വേണം. അപ്പോൾ നമ്മുടെ കാറിൻ്റെ ബാറ്ററിയാണ് നമ്മൾ അഴിച്ചെടുക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇതുപോലെ ഒരു നമ്മുടെ ഈ സാധാരണ വീട്ടിലൊക്കെയുള്ള നമ്മൾ ചെടിക്കൊക്കെ മരുന്നടിക്കുന്ന ആ ഒരു ബോട്ടിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കാരണം നമ്മൾ പ്രഷർ പമ്പ് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്, പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി. പിന്നെ കുറച്ച് പെട്രോൾ വേണം, വളരെ കുറച്ച് അളവിൽ പെട്രോളിൻ്റെ ആവശ്യമുള്ളൂ. പിന്നെ നമുക്കിതുപോലെ 2 വയർ, കണക്ടർ അടക്കമുള്ള 2 വയർ വേണം. എന്ന് വെച്ചാൽ നമ്മുടെ സാധാ ഇലക്ട്രിക് ഷോപ്പുകളിലൊക്കെ കിട്ടുന്ന ഫ്ലാറ്റ് ആയിട്ടുള്ള കണക്ടറാണ്. അപ്പോൾ അതുപോലത്തെ ഒരു കണക്ടർ നമ്മൾ ഈ ഒരു വയറിൽ കണക്ട് ചെയ്യേണ്ട, അല്ലെങ്കിൽ നിങ്ങളുടെ എമർജൻസിയിലൊക്കെ ഉണ്ടാകുന്ന ബാറ്ററിയിൽ കണക്ട് ചെയ്യുന്ന കണക്ടറാണ്. ഇതുപോലത്തെ 2 കണക്ടറുള്ള ഒരു വയർ വേണം. അതുപോലെ ഒരു ഇൻസുലേഷൻ ടേപ്പ് വേണം. പിന്നെ വേണ്ടത് ഒരു കത്രികയാണ്. പിന്നെ നമുക്ക് ഒരു ചെറിയൊരു കപ്പ് വേണം. അതുപോലെ ഒരു ചെറിയ ബ്രഷ് വേണം. അപ്പോൾ യൂസ് ചെയ്ത ബ്രഷാണ്. പിന്നെ 2 ട്യൂബ്, ഇച്ചിരി വലിപ്പമുള്ള നമ്മുടെ വാട്ടർ ലെവലിലൊക്കെ ഉപയോഗിക്കുന്ന മോഡൽ ട്യൂബ് വേണം. അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള 2 ചെറിയ കഷ്ണം ട്യൂബ് വേണം. അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് ജസ്റ്റ് ഒന്ന് ഇച്ചിരി വലുതാക്കി വെക്കണം ചൂടാക്കിയിട്ട്. അപ്പോൾ എന്തിനാന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ പറയാം. അപ്പോൾ നമ്മുടെ 3 ഇഞ്ചക്ടർ നമ്മൾ എടുക്കുവാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ക്ലീൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഓരോ ആ ഒരു ഇഞ്ചക്ട് ചെയ്യുന്ന ഭാഗം നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ വളരെയധികം ഡസ്റ്റൊക്കെ പിടിച്ച് ഇതുമാതിരി കറുത്തിരിപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഓരോന്നോരോന്നായിട്ട് ക്ലീൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ ആദ്യം നമ്മൾ ആ ഒരു പെട്രോൾ വെച്ചിട്ട് നമ്മൾ അതിൻ്റെ ആ ഹെഡ്, നമ്മളെ ഇഞ്ചക്ട് ചെയ്യുന്ന ആ ഒരു ഭാഗം നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ പോവാണ്.
അപ്പോൾ നല്ല വൃത്തിക്ക് തന്നെ ക്ലീൻ ചെയ്യണം. അപ്പോൾ ബ്രഷ് ഉപയോഗിച്ച് നമുക്ക് വൃത്തിയായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ 3 ഇഞ്ചക്ടർ നമ്മൾ ക്ലീൻ ചെയ്തു. അപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ആ ഒരു ഭാഗവും ഇപ്പോൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ല വ്യത്യാസമുണ്ട്, നല്ല വൃത്തിയായിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിൻ്റെ പുറകിലൊരു ഓറിംഗ് ഉണ്ട്. ഈ റിങ് നമ്മൾ ജസ്റ്റ് അഴിച്ച് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് വളരെ കെയർഫുള്ളായിട്ട് അഴിച്ച് മാറ്റുക. അപ്പോൾ ഈ 3 ഓറിങ് നമ്മൾ എടുത്ത് മാറ്റി വെക്കുവാണ്. അപ്പോൾ നമ്മുടെ സ്പ്രെയർ ബോട്ടിലേക്ക് നമ്മൾ പെട്രോൾ നിറച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഈ സ്പ്രേ ബോട്ടിൽ ഉപയോഗിക്കാൻ കാരണം വെച്ചാൽ നമുക്ക് ഹൈ പ്രഷറിൽ പെട്രോൾ പമ്പ് ചെയ്യാനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മോഡൽ അല്ലെങ്കിൽ മറ്റ് ടൈപ്പിലുള്ള സ്പ്രെയർ ബോട്ടിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഈ ഒരു നോസിലേക്ക് നമ്മൾ ആദ്യം എടുത്ത ഒരു ട്യൂബ് നമ്മൾ കണക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഈ ട്യൂബ് കണക്ട് ചെയ്തിട്ട് അതിൻ്റെ മറ്റേ വശം ഇച്ചിരി വലുതാക്കിയിട്ടുണ്ട്, ചൂടാക്കിയിട്ട്. അത് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, അങ്ങനത്തെ ഒരു ട്യൂബാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇച്ചിരി വലിപ്പം കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ ഈ ഇഞ്ചക്ടർ ഫിറ്റ് ചെയ്ത് വെക്കാൻ എളുപ്പത്തിനാണ്, അല്ലെങ്കിൽ ടൈറ്റ് ആയിരിക്കും. അതിനുശേഷം നമ്മുടെ ആ ഇൻസുലേഷൻ ടൈപ്പ് വെച്ചിട്ട് നമ്മൾ ഈ ഒരു ഭാഗം നമ്മൾ നന്നായിട്ട് ചുറ്റി ടൈറ്റ് ചെയ്യുവാണ്. കാരണം നല്ല ഹൈ പ്രഷറിലാണ് പെട്രോൾ പമ്പ് ചെയ്യുക, അപ്പോൾ അത് അഴിഞ്ഞു പോകാതിരിക്കാനാണ്. ഇനി നമ്മുടെ ആ ഒരു ബോട്ടിലേക്ക് നമ്മുടെ പെട്രോൾ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വളരെ കുറഞ്ഞ അളവിലുള്ള പെട്രോളിൻ്റെ ആവശ്യമുള്ളൂ. ഇത് വെച്ച് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. ചിലർ കാർബറേറ്റർ ക്ലീനറൊക്കെ വെച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ ഒരു പെട്രോൾ വെച്ച് ക്ലീൻ ചെയ്താലും നല്ല എഫക്റ്റീവായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും. ഇനി നമ്മുടെ ആ ഒരു ഭാഗം നമ്മൾ അടയ്ക്കുകയാണ്, ആ ഒരു ക്യാപ്പ് സ്പ്രെയറിൻ്റെ. അതിനുശേഷം നല്ല രീതിയിൽ ഒന്ന് പ്രഷറൈസ് ചെയ്യുകയാണ്, നമ്മളിത് പമ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ സാധാരണ വീട്ടിൽ ചെയ്യുന്ന പോലെ തന്നെ ആ മുകളിലുള്ള ആ ഒരു പ്രഷർ ചെയ്യാനുള്ള ആ ഒരു ഭാഗം വെച്ച് ഇതൊന്ന് നന്നായിട്ട് പ്രഷർ ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ പെട്രോൾ നല്ല രീതിയിൽ പ്രഷർ ചെയ്തു. ഇനി നമ്മുടെ ഇഞ്ചക്ടർ കണക്ട് ചെയ്യുവാണ്. അപ്പോൾ നമ്മളിത് റിവേഴ്സ് ഡയറക്ഷനിലാണ് നമ്മളിത് ക്ലീൻ ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മുടെ ഈ ഒരു ഇഞ്ചക്ടറിൻ്റെ ഔട്ട്പുട്ടിൽ നിന്ന് ഇൻപുട്ടിലേക്കാണ് നമ്മൾ ഈ ഒരു പെട്രോൾ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ആ ഇഞ്ചക്ടറിലുള്ള 2 കണക്ഷനിലേക്ക്, അതായത് ഇതിന് പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറയുന്ന ടെർമിനലൊന്നുമില്ല, തിരിച്ചും മറിച്ചും കൊടുത്താലും കുഴപ്പമില്ല. കാരണം ഈ ഒരു ഇഞ്ചക്ടറിൻ്റെ ഉള്ളിൽ വരുന്നൊരു സോളിനോയിഡാണ്, അതിനതുകൊണ്ട് പ്രത്യേകിച്ച് ഡയറക്ഷനൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഏതിലേക്ക് വേണമെങ്കിലും പോസിറ്റീവോ നെഗറ്റീവോ മാറി മാറി കൊടുക്കാം, കുഴപ്പമില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇതിനകത്ത് ഒരു വയർ എടുത്ത് നമ്മുടെ ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലിലേക്ക് കണക്ട് ചെയ്യാൻ പോവുകയാണ്. ഏത് വയർ വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ഇതിനൊരു പോളാരിറ്റി ഇല്ല, പോസിറ്റീവ് നെഗറ്റീവ് ഇല്ല, സോളിനോയിഡാണ്. അതിനുശേഷം നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. നമ്മുടെ പോസിറ്റീവ് ഇതോടെ ടച്ച് ചെയ്യുമ്പോൾ ടിക് ടിക് എന്നൊരു സൗണ്ട് കേൾക്കും. അപ്പോൾ നമ്മുടെ സോളിനോയിഡ് വർക്കിംഗ് ആണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ആ ഒരു പമ്പിലുള്ള പെട്രോൾ ജസ്റ്റ് നമ്മൾ പമ്പ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കുമ്പോൾ അതിനകത്തേക്ക് പെട്രോൾ വരുന്ന കാണാം. അതുപോലെ തന്നെ നമ്മൾ ബാറ്ററിയിൽ ഇതിങ്ങനെ ടച്ച് ചെയ്തുകൊണ്ടിരിക്കുക പോസിറ്റീവ്. അപ്പോൾ ഓണും ഓഫും ആവും നമ്മുടെ ഈ ഒരു സോളിനോയിഡ്. അപ്പോൾ അതിലൂടെ പെട്രോൾ പുറത്തേക്ക് വരും. അപ്പോൾ നമ്മൾ ഈ റിവേഴ്സ് ഡയറക്ഷനിൽ ആദ്യം നമ്മൾ ചെയ്യുന്നതിന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പൊടിയോ കരടോ കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു ഇഞ്ചക്ടറിൻ്റെ ഉള്ളിൽ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ അത് പുറത്തേക്ക് തള്ളിപ്പോകാനാണ്. നമ്മൾ ഫോർവേഡ് ഡയറക്ഷൻ, അതായത് നമ്മുടെ ഇൻപുട്ടിൽ നിന്ന് ഔട്ട്പുട്ടിലേക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പൊടിയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിനകത്ത് തന്നെ നിൽക്കും. അപ്പോൾ അത് പോകാനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ റിവേഴ്സ് ഡയറക്ഷനിൽ ഈ ഒരു 3 ഇഞ്ചക്ടറുകൾ നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ റിവേഴ്സ് ഡയറക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഔട്ട്പുട്ടിൽ നിന്ന് ഇൻപുട്ടിലേക്കാണ് നമ്മുടെ പെട്രോൾ കൊടുത്തിരുന്നത്. അപ്പം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നേരെ ഓപ്പോസിറ്റാണ്. സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഇൻപുട്ടിൽ നിന്ന് ഔട്ട്പുട്ടിലേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ഈ ഒരു ട്യൂബ് ചേഞ്ച് ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം ഘടിപ്പിച്ചിരുന്ന ആ ട്യൂബ് നമ്മൾ അഴിച്ചു മാറ്റുവാണ്. കാരണം നമ്മൾ അതിൻ്റെ ആ ഒരു ഭാഗം നമ്മൾ കുറച്ച് വലുതാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഇനി നമുക്ക് തിരിച്ച് സെറ്റ് ചെയ്യുമ്പോൾ അത് അഴിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ ആ ഒരു ട്യൂബ് നമ്മൾ റീപ്ലേസ് ചെയ്തു. ഇനി നമ്മൾ ആദ്യം പറഞ്ഞ പോലെ നമ്മുടെ അതിൻ്റെ ആ ഇൻപുട്ട് സൈഡിലേക്ക് ഈ ഒരു പൈപ്പ് കണക്ട് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമ്മൾ പെട്രോൾ ഒന്നും കൂടെ ഒന്ന് പ്രഷറൈസ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഇത് പ്രഷറൈസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഒരു ബോട്ടിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ചിലർ പമ്പ് തന്നെ ഉപയോഗിക്കുന്നുണ്ട്, പ്രഷർ പമ്പ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനം വെച്ച് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു ബോട്ടിൽ യൂസ് ചെയ്തത്. അപ്പോൾ നമ്മൾ ആദ്യം കണക്ട് ചെയ്ത പോലെ തന്നെ നമ്മൾ ഇതിനകത്തേക്ക് 2 സപ്ലൈയിലേയും കണക്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മളിതുപോലെ നമ്മുടെ പമ്പ്, അതായത് നമ്മുടെ ആ ഒരു സ്പ്രെയർ നമ്മൾ ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് നമ്മളിതുപോലെ ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ ഓണും ഓഫും ആക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ ഓണാക്കി വെച്ചെന്ന് വെച്ചാൽ പ്രശ്നമൊന്നുമില്ല. നമ്മുടെ ആ ഒരു പെട്രോൾ ഫുൾ ആ ഒരു ഇഞ്ചക്ടറിൻ്റെ നോസിലൂടെ പുറത്തേക്ക് വരുന്നത് നമുക്ക് കാണാം. നമ്മുടെ കാറിൽ സ്പ്രേ ആകുന്ന അതേപോലെ തന്നെയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഇഞ്ചക്ടറിൻ്റെ പവർ, അതായത് വോൾട്ടേജ് 12 വോൾട്ട് ആണോ എന്ന് കൺഫേം ചെയ്യണം. നമ്മൾ ഇതിനൊക്കെ വരുന്നത് 12 വോൾട്ട് ആണ് സാധാരണ. എന്നാൽ നിങ്ങളൊന്ന് കൺഫേം ചെയ്തതിന് ശേഷം മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമ്മുടെ 3 ഇഞ്ചക്ടറുകളും നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ മൊത്തം കാണിച്ചിട്ടില്ല, കാരണം വീഡിയോ ലെങ്ത്ത് കുറയ്ക്കാനായിട്ട്. ഇനി നമ്മുടെ ആ ഓറിങ് നമ്മൾ തിരിച്ചിടുവാണ്. അപ്പോൾ നമ്മൾ അഴിച്ചെടുത്ത ഓരോ ഓറിങ് നമ്മൾ അതിൻ്റെ ബേക്കിൽ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുവാണ്. അപ്പോൾ നമ്മുടെ ക്ലീനിങ് പ്രോസസ് ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ വെച്ച് തന്നെ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. ഇത്രയും ചെറിയ ചെറിയ ടൂൾസും കാര്യങ്ങളൊക്കെ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ തിരിച്ച് വണ്ടിയിലേക്ക് ഇത് സെറ്റ് ചെയ്യാൻ പോവുകയാണ്.
അപ്പോൾ വണ്ടിയിലേക്ക് സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഓറിങ്സ് നമ്മൾ ഡയറക്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് കേടുപാടുകൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ അടുത്തുള്ള എഞ്ചിൻ ഓയിൽ, ഇപ്പം ഏതെങ്കിലും എഞ്ചിൻ ഓയിൽ മതി, ഇന്ന ഗ്രേഡോ കാര്യങ്ങളൊന്നുമില്ല, കുറച്ച് എഞ്ചിൻ ഓയിൽ, ഇനി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഓയിൽ എടുത്തിട്ട് നമ്മൾ ആ ഓറിങ്സിൻ്റെ സൈഡിലൂടെ തേച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിന് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഭാഗം നമ്മൾ തിരിച്ച് നമ്മുടെ ആ ഒരു ഫ്യൂവൽ റെയിലിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ കയറ്റുമ്പോൾ ആ ഒരു ഓറിങ്സ്, അതായത് അത് കംപ്ലൈൻ്റ് ആയി പോകാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള കേടുപാടുകൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് വരാതിരിക്കാനാണ് നമ്മൾ സിമ്പിളായിട്ട് എളുപ്പത്തിൽ കയറി പോകാനാണ് നമ്മൾ ഈ ഒരു എഞ്ചിൻ ഓയിൽ നമ്മൾ അതിനകത്ത് പറ്റിച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ എഞ്ചിൻ ഓയിൽ ഇല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള എന്തെങ്കിലും ഓയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ അഴിച്ചെടുത്ത പോലെ തിരിച്ച് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. വളരെ സിമ്പിളായിട്ട് കയറിപ്പോവും. നമ്മൾ ഈ ഒരു ഓയിൽ ഇട്ടുകൊണ്ട് തന്നെ സ്മൂത്തായിട്ട് തന്നെ കയറിപ്പോവും. അപ്പോൾ നമ്മൾ 3 എണ്ണവും നമ്മൾ കണക്ട് ചെയ്തു, 3 ഇഞ്ചക്ടറും. അപ്പോൾ നമ്മൾ അഴിച്ചെടുത്ത പോലെ തിരിച്ച് സെറ്റ് ചെയ്തിട്ട് ആ ബോൾട്ട് നമ്മൾ ടൈറ്റായി കൊടുക്കുകയാണ്. അപ്പം അത്യാവശ്യം നല്ല ടൈറ്റിൽ തന്നെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളത് നല്ല രീതിയിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ കണക്ടറുകൾ, നമ്മൾ ഇഞ്ചക്ടറിൽ നിന്ന് അഴിച്ചെടുത്ത ഓരോ കണക്ടറുകളും നമ്മൾ തിരിച്ച് കൊടുക്കുകയാണ്. ഇത് നമ്മുടെ ECUയിൽ നിന്ന് വരുന്നതാണ്. നമ്മുടെ സ്പാർക്കിംഗ് ഓർഡർ കൺട്രോൾ ചെയ്യുന്ന ആ ഒരു, അല്ലെങ്കിൽ ഫ്യൂൽ ഇഞ്ചക്ഷൻ്റെ ഓർഡർ കൺട്രോൾ ചെയ്യുന്ന ആ ഒരു സപ്ലൈ ആണത്. ഇനി നമുക്ക് നമ്മുടെ എയർ ഫിൽറ്ററിൻ്റെ ആ ഒരു ഹൗസിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് തിരിച്ച് സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ എല്ലാ ഫിറ്റിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ തിരിച്ച് സെറ്റ് ചെയ്തു. ഇനി നമ്മുടെ ആ ഒരു ഇലക്ട്രിക് സെക്ഷൻ, നമ്മുടെ ബാറ്ററീൻ്റെ കണക്ഷൻ നമ്മൾ തിരിച്ചൊന്ന് ഫിറ്റ് ചെയ്യുവാണ്. നമ്മുടെ പോസിറ്റീവ് ടെർമിനലും അതുപോലെ നെഗറ്റീവ് ടെർമിനലും നമ്മൾ കണക്ട് ചെയ്യുവാണ്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ വണ്ടിയുടെ കീ ഒന്ന് ഇട്ട് വണ്ടി ഒന്ന് ഓണാക്കുമ്പോൾ ആ ഫ്യൂവൽ പമ്പ് കുറച്ചധികം നേരം വർക്ക് ചെയ്യും. പമ്പ് നിൽക്കുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാൻ ശേഷം നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക എന്തെങ്കിലും ലീക്കോ കാര്യങ്ങളോ ഉണ്ടോ എന്ന്. അതിനുശേഷം വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ വണ്ടി ഫസ്റ്റ് ഇതിൽ തന്നെ സ്റ്റാർട്ടായെന്ന് വരില്ല. അതായത് റെയർ കേസുകളിൽ അങ്ങനെ വരാറുള്ളൂ. അപ്പോൾ ഒന്ന് 2-3 പ്രാവശ്യം ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ സ്റ്റാർട്ടായി കിട്ടും. അപ്പോൾ നമ്മുടെ വണ്ടി നല്ല സ്റ്റാർട്ടായിട്ടുണ്ട്. നമ്മൾ റേസ് ചെയ്ത് നിൽക്കുമ്പോൾ ഒരു തരത്തിലുള്ള പ്രശ്നമില്ല, നല്ല സ്മൂത്തായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ വെച്ചിട്ട് തന്നെ നമുക്ക് ഈ ഒരു ഇഞ്ചക്ടറും കാര്യങ്ങളൊക്കെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അതുപോലെ Instagram ID ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലൊന്ന് ജസ്റ്റ് മെസ്സേജ് അയയ്ക്കുക. അപ്പോൾ നിങ്ങളുടെ ഓരോ ലൈക്കും ഒക്കെയാണ് നമുക്ക് പുതിയ വീഡിയോസ് ചെയ്യാനുള്ള ഒരു പ്രചോദനമാകുന്നത്. അപ്പോൾ മറക്കാതെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി പുതിയൊരു വീഡിയോയിൽ കാണാം.